മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലത്തെ മാതൃഭൂമി പത്രത്തില് ധന്യമായിട്ടുള്ളൊരു ഫോട്ടോ കണ്ടു. കരമനയാറ്റിൻ്റെ തീരത്ത് ജലം സംഭരിക്കാനുള്ള ഗവൺമെന്റ് സാമൂഹ്യ സംഘടനകളുമായി ചേർന്ന് വെള്ളം സംരക്ഷിക്കാനുള്ള പരിപാടി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തതിൻ്റെ കൂട്ടത്തില് സ്വാമി സന്ദീപാനന്ദഗിരിയും നിൽക്കുന്നതായിട്ട് എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സാമൂഹികമായിട്ടുള്ള കർമ്മങ്ങളില്, സമൂഹ കർമ്മങ്ങളില് ഇപ്പൊ ഗംഗയെ സംരക്ഷിക്കാനും ഗോമാതാവിനെ സംരക്ഷിക്കാനും ഗായത്രിയെ സംരക്ഷിക്കാനും പഞ്ചഗകാരമെന്നോ ത്രിഗകാരമെന്നോ പറഞ്ഞ് സന്ദീപാനന്ദഗിരി സ്വാമികള് വലിയൊരു യജ്ഞം നടത്തി. ഗംഗാപൂജ നടത്തി, ഗായത്രി മന്ത്രത്തെ, ഗോപൂജയൊക്കെ. ആ അതേമാതിരിയുള്ള കർമ്മങ്ങൾ, അതിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ജലസംഭരണം. പ്രത്യേകിച്ച് ജലദിനത്തില് മാർച്ച് 22 മിനിഞ്ഞാന്ന് നടത്തിയപ്പോൾ സന്ദീപാനന്ദഗിരി ഫ്രണ്ടിലുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ കാണാമായിരുന്നു. എല്ലാ സന്യാസിമാരോടും സ്വാമിമാരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മളും ഈ പള്ളിയിലച്ഛന്മാരെ പോലെ, പാതിരിമാരെ പോലെ, അല്ലെങ്കിൽ വികാരിമാരെ പോലെ അവർ ചെയ്യുന്ന തിന്മ ചെയ്യുന്നതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെന്നും സമൂഹ പ്രവർത്തനത്തിലെ, സാമൂഹിക പ്രവർത്തനത്തിൽ മുമ്പിൽ നിൽക്കുന്നു. അവരുടെയും കൂടി കോൺട്രിബ്യൂഷൻ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഫോട്ടോയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നു. അങ്ങനെ ഫോട്ടോയിൽ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല എങ്കിലും ഇനി അഥവാ ഫോട്ടോയിൽ വന്നാൽ അത് നല്ലതാണ്. സമൂഹത്തിൽ നടക്കുന്ന നന്മ നിറഞ്ഞ പ്രവർത്തികളോടൊപ്പം നമ്മുടെ സ്വാമിമാർ നിൽക്കണം. അവർ ഈ ആശ്രമങ്ങളിൽ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് സന്യാസം എന്ന് ധരിക്കുന്നത് അബദ്ധമാണ്. ശ്രീരാമൻ രാഷ്ട്രം ഭരിച്ചിരുന്ന കാലത്ത് വസിഷ്ഠ മഹർഷിയാണ് എല്ലാ ഡയറക്ഷനും ഗൈഡൻസും കൊടുത്തിരുന്നത്. പാണ്ഡവര് രാഷ്ട്രം ഭരിച്ചിരുന്ന കാലത്ത് വേദവ്യാസനാണ് എല്ലാ ഡയറക്ഷനും ഗൈഡൻസും കൊടുത്തിരുന്നത്. വിശ്വാമിത്രൻ രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് യാഗങ്ങൾ നടത്തിയിരുന്നത്. ശങ്കരാചാര്യര് ഭാരതത്തെ ഒന്നാക്കുന്ന മഹായജ്ഞം 4 മഠങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ചെയ്ത ആളാണ്. എത്ര ഗ്രന്ഥങ്ങൾ എഴുതി. ശ്രീനാരായണ ഗുരുദേവൻ ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഹിന്ദുക്കൾ ഉണ്ടാകുമായിരുന്നില്ല. ചട്ടമ്പി സ്വാമികളുടെ ധന്യമായിട്ടുള്ള വേദാധികാര നിരൂപണം എഴുതി, ക്രിസ്തുമതഛേദനം എഴുതി, 2 ശിഷ്യന്മാരെ കേരളം മുഴുവനും മതപരിവർത്തനത്തിനെതിരെ പ്രവർത്തിക്കാനായിട്ട് വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികള് അയച്ചിരുന്നു. അപ്പൊ ഇവിടെയുള്ള സന്യാസിമാരാരും ആശ്രമങ്ങളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞവരല്ല. എത്ര വിദ്യാലയങ്ങൾ, എത്ര ആശ്രമങ്ങൾ, എത്ര സ്കൂളുകളാണ് നാരായണ ഗുരുദേവൻ സ്ഥാപിച്ചത്. ധന്യമായിട്ടുള്ള സന്ദേശം ചട്ടമ്പി സ്വാമികൾ കൊടുത്തത് എത്ര ഗംഭീരമായിരുന്നു. ശങ്കരാചാര്യരെ പോലെ തന്നെ ശങ്കരാചാര്യര് ഭാരതം മുഴുവനും കറങ്ങി. ശ്രീനാരായണ ഗുരുദേവൻ കേരളവും ഒരു പരിധിവരെ തമിഴ്നാടും കൊളംബോ ശ്രീലങ്കയിലേക്കും പോയിരുന്നു. സ്വാമി വിവേകാനന്ദൻ ഭാരതത്തെ ലോകം മുഴുവൻ അറിയിച്ചു. അരവിന്ദ മഹർഷി അത്ര ധന്യമായിട്ട് കർമ്മം ചെയ്തു. ഈ സന്യാസിമാരാരും തന്നെ അവനവന്റെ ആശ്രമത്തിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞവരല്ല. കഴിവുള്ളവരാവട്ടെ, കഴിവില്ലാത്തവരാവട്ടെ, അറിവുള്ളവരാവട്ടെ, അറിവില്ലാത്തവരാവട്ടെ, അറിവുള്ളവര് അറിവ് പറഞ്ഞു കൊടുക്കാനും അത്രയ്ക്കും അറിവില്ലാത്തവര് ചടങ്ങുകളിലൂടെ ഹിന്ദുക്കളെ, മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവരുന്ന ദൗത്യം നിർവഹിക്കാനും ഇവർ ശ്രമിക്കണം. യഥാർത്ഥത്തില് സന്ദീപാനന്ദഗിരി ഇതുമാതിരിയുള്ള യജ്ഞം നടത്തുന്നതില് ആർക്ക് എതിർപ്പുണ്ടാവാം. ഈ യജ്ഞമല്ല, അദ്ദേഹത്തിന്റെ വീക്ഷണത്തോടും. ശരിക്ക് കായംകുളത്ത് കുറെ അധികം വ്യക്തികളുടെ അടുത്ത് പ്രഭാഷണ വേളയിൽ അദ്ദേഹം പറഞ്ഞു, അത്രേ എനിക്ക് അറിഞ്ഞൂടാ, അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്ന നാരായണ ഗുരുദേവന്റെ ദൈവദശകത്തില് ഇത് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞപ്പോൾ സദസ്സിലെ കുറെ പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാത്തതിനെ മാറ്റിവെക്കാം. ഇഷ്ടപ്പെടുന്നതിനെ നമുക്ക് എടുത്തിട്ട് എല്ലാവരുമായിട്ട് സഹകരിച്ചിട്ട് ധന്യമായ കർമ്മം ചെയ്യാനായിട്ട് ഓരോ സന്യാസിയും ഈ സന്ദീപാനന്ദഗിരിയുടെ ഈ യജ്ഞം പോലെ ഇറങ്ങണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറയാം. സ്വാമി നിർമ്മലാനന്ദഗിരി ആചാര്യ സ്ഥാനത്തുള്ള, ഗുരുവിന്റെ സ്ഥാനത്തുള്ള വ്യക്തിയാണ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഒത്തിരി പരിപാടികളിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണ്. നല്ല ആയുർവേദ ചികിത്സ അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹം അടുത്ത കാലത്ത് പറഞ്ഞ ഒരു വരി ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു കമന്റ് പറഞ്ഞിരുന്നു. അമ്മ, അച്ഛൻ, അടുക്കളയിൽ നമുക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന വ്യക്തി, നമുക്ക് വേണ്ടി വീട് ജോലി ചെയ്യുന്ന വ്യക്തികളെ നമസ്കരിക്കാൻ മറക്കരുത്. ഒരു എഞ്ചിനീയറെയോ ഒരു മാനേജറെയോ ഡയറക്ടറെയോ ബഹുമാനിക്കുന്നതിനേക്കാൾ ഏറെ ഇവരെ ബഹുമാനിക്കണമെന്ന സ്വാമി ആചാര്യ നിർമ്മലാനന്ദഗിരിയുടെ ആ ഉജ്ജ്വല പ്രഭാഷണത്തെ ഞാൻ കൂട്ടിയതിപ്പോൾ 2-3 പേര് എനിക്ക് യൂട്യൂബിൽ കമന്റ് ചെയ്തു. സാറ് നിർമ്മലാനന്ദഗിരിക്ക് എതിരെ പറഞ്ഞപ്പോൾ വിഷമം തോന്നി, ഇപ്പൊ ഇത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഞാൻ ഒന്ന് പറയുന്നു, ഞാൻ നിർമ്മലാനന്ദഗിരിക്ക് എതിരെ അല്ല പറഞ്ഞത്, തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ്. നിർമ്മലാനന്ദഗിരി സ്വാമിയുടെ ധാരാളം കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ ആശ്രമത്തിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്, മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്, എന്നും ആരാധിക്കുന്നു. പിന്നെ എന്തിനാ എതിര് പറഞ്ഞത്? എൻ്റെ അച്ഛനും എൻ്റെ അമ്മയെയും ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ 100% വീക്ഷണവും അവർ സമൂഹത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വിധത്തിൽ വല്ലതും പറഞ്ഞാൽ അത് തിരുത്തേണ്ടത് മകനായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം തന്നെ ആരാ ഏൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ ഉത്തരവാദിത്വമാണ്. വിപ്രാ സന്തു നിർഭയ, അറിവുള്ളവരും ഉണ്ടാതിരിക്കരുത് എന്നുള്ള നമ്മുടെ വേദത്തിന്റെ വരികളാണ്. എൻ്റെ അച്ഛൻ തെറ്റായിട്ടുള്ളത് ലോകത്തിനോട് പറഞ്ഞു കൊടുത്തുവെങ്കിൽ അച്ഛനായതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കേണ്ട. താതസ്യ കൂപോയമിതി ബ്രുവാണ കാ പുരുഷ ക്ഷാരജലം പിബതി. അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് അച്ഛനോട് ബഹുമാനം കാണിക്കാൻ ആ കിണറ്റിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ വേദത്തിൽ പറയുന്നുണ്ട്, ബ്രഹ്മോ വാ ബ്രഹ്മജോ വാ കോ വാ യോ വാ സത്യം സത്യമിത്യേവ സത്യം. ബ്രഹ്മാവ് പറഞ്ഞാലും ബ്രഹ്മാവിനെ സൃഷ്ടിച്ച ആൾ പറഞ്ഞാലും ആര് പറഞ്ഞാലും എപ്പോൾ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സത്യമാണെങ്കിലേ അത് സത്യമാവുള്ളൂ. അല്ലെങ്കിൽ ഇന്നയാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് സത്യമാവില്ല. അതുകൊണ്ട് സ്വാമി നിർമ്മലാനന്ദഗിരി പറഞ്ഞ ഒരുപക്ഷെ 1-2 മണിക്കൂർ പ്രഭാഷണത്തില് 7 മിനിറ്റിലെ പ്രഭാഷണം മെഡിറ്റേഷൻ, ധ്യാനത്തിന്, അത് ചെയ്യുമ്പോൾ വട്ടുപിടിക്കും, ആശുപത്രിയിൽ പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ 7 മിനിറ്റിലെ പ്രഭാഷണ ഭാഗം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നുണ്ട്. ഹിന്ദുക്കൾ പ്രചരിപ്പിക്കുന്നത് ഇതിനെ എതിർക്കാൻ വേണ്ടി പ്രചരിപ്പിച്ചു, ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കുന്നത് ഹിന്ദു ധർമ്മത്തെ എതിർക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിങ്ങൾ പ്രചരിപ്പിക്കുന്നത് 10,000-കണക്കിന് മുസ്ലിങ്ങൾ ആർട്ട് ഓഫ് ലിവിങ്ങിൽ പോകുന്നുണ്ട്. അതേപോലെ ധ്യാനം പഠിക്കാനും മെഡിറ്റേഷൻ പഠിക്കാനും 10,000-കണക്കിന് മുസ്ലിങ്ങൾ ലോകമെമ്പാടും പോകുന്നുണ്ട്. അവരെ ഒന്ന് അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പൂജനീയ നിർമ്മലാനന്ദഗിരിയുടെ വരികൾ ഉപയോഗിച്ചു. ആ 7 മിനിറ്റിലെ വരികൾ അത്രയ്ക്കും ഷാർപ്പും അത്രയ്ക്കും നെഗറ്റീവുമായിരുന്നു. അത് ലോകത്തിലെ വേദവ്യാസം പറഞ്ഞാലും തെറ്റാണ്, ശങ്കരാചാര്യ പറഞ്ഞാലും തെറ്റാണ്, അത് വസിഷ്ഠ മഹർഷി പറഞ്ഞാലും തെറ്റാണ്. പ്യുവർലി മെഡിക്കൽ സയൻസ് യോഗ എന്ന സങ്കല്പത്തെ, മെഡിറ്റേഷനെ കുറിച്ച് ഫുൾ പ്രൂഫായിട്ട് പറയുന്നു. നമ്മുടെ ആത്മീയത പറയുന്നു, പതഞ്ജലി മഹർഷി പറയുന്നു. സർവവിധ ആത്മീയ ഗ്രന്ഥങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളും മെഡിറ്റേഷനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ 2.5 മണിക്കൂറോ 1.5 മണിക്കൂറോ നിർമ്മലാനന്ദഗിരി എന്ത് പറഞ്ഞു എന്നുള്ളതല്ല ഇമ്പോർട്ടന്റ്. പ്രചരിക്കുന്ന 7 മിനിറ്റിലുള്ളത് എന്താ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അതിൻ്റെ അപ്പുറത്തുള്ളതും കേൾക്കണം, ഇപ്പുറത്തുള്ളതും കേൾക്കണം എന്നുള്ളത് സാധാരണക്കാർക്ക് അറിയേണ്ടത്. പക്ഷേ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഈ മെഡിറ്റേഷൻ എതിരെ സന്ദേശം പ്രചരിക്കുന്നു എങ്കിൽ അത് നിർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഗോപാലകൃഷ്ണനുണ്ട്. ആ വിഷയത്തിൽ ആധികാരികമായിട്ട് പഠിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഡസൻ കണക്കിന് യോഗ പഠിപ്പിക്കുന്ന അധ്യാപകര് മിനിറ്റുകൾ കൊണ്ട് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നവർ യോഗയിൽ ഡോക്ടറേറ്റ് എടുത്ത വ്യക്തികള് ഇറ്റലിയിലും ഫ്രാൻസിലും യൂറോപ്പിലും ജർമ്മനിയിലും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലും ജർമ്മനി പോലെയുള്ള സ്ഥലത്തും പോയിട്ട് യോഗ പഠിപ്പിക്കുന്ന വ്യക്തികൾ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞാൽ സമൂഹം എടുക്കില്ല, സാറ് പറയണം, ഇതിന് സാറ് മറുപടി കൊടുക്കണം. ഇവിടെ നിർമ്മലാനന്ദഗിരി സ്വാമി ആരാണ്, എൻ്റെ അച്ഛൻ നാരായണൻ എമ്പ്രാന്തിരി ആരാണ്, എൻ്റെ അമ്മ സത്യഭാമ ആരാണ്, RSSന്റെ നേതാവ് ആരാണ്,
ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്, ഇതൊന്നുമല്ല ഇമ്പോർട്ടന്റ്. പറഞ്ഞത് ലോക ജനതയ്ക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എങ്കിൽ അത് സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്, ആര് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. അതിന്റെ കൂട്ടത്തില് അദ്ദേഹം ചികിത്സിച്ച ഒരാളുടെ ഉദാഹരണം ഞാൻ പറയുകയുണ്ടായി. അതെന്തിനാ അവിടെ പറഞ്ഞത്? ഒരു കാര്യമാണ്, ഞാൻ പറയുന്ന കാര്യങ്ങള് അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാതെയോ അറിയാതെയോ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം തമസ്കരിച്ചോ പറയുകയാണെന്ന ധാരണ ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാകാത്ത ഒരു കാര്യം എക്സാമ്പിൾ ആയിട്ട് നേരിട്ട് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞു. അതും അദ്ദേഹത്തിനെ താറടിക്കാനല്ല, ഒരു ചികിത്സ ഫലിക്കുന്നില്ല എന്നവിടെ ഉദാഹരണ സഹിതം പറയാൻ കാരണം, ആ ചികിത്സ കൊടുക്കുന്ന ആള് ലോകത്തിന്റെ ചികിത്സാ സമ്പ്രദായത്തിലെ അവസാന വാക്ക് പറയേണ്ട ആളല്ല. ലോകത്തിലെ ഒരു മഹാകവിയും കവികളില് അവസാനത്തെ വാക്കല്ല, ഒരു നാടകകൃത്തും നാടകമണ്ഡലത്തിലെ അവസാനത്തെ വാക്കല്ല, ഒരു അധ്യാപകനും ആ വിഷയത്തിലെ അവസാനത്തെ വാക്കല്ല, ഒരു ഡോക്ടറും ചികിത്സാ സമ്പ്രദായത്തിലെ അവസാനത്തെ വാക്കല്ല, ഒരു ഗോപാലകൃഷ്ണനും ഹിന്ദു ധർമ്മത്തിലെ അവസാനത്തെ വാക്ക് പറയാൻ യോഗ്യതയുള്ളവനല്ല. അങ്ങനെ അവസാനത്തെ വാക്ക് പറയാൻ യോഗ്യതയുള്ളവരെന്ന് പറയുന്ന ഒരാളും ഇല്ല എന്നുള്ളത് കൂടി സൂചിപ്പിക്കേണ്ടത് വ്യക്തിയോടുള്ള ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ ആൾക്കാർക്ക് തെറ്റുപറ്റാം. അത് സൂചിപ്പിക്കാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി അവിടെ ആവശ്യമായിരുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ടല്ലോ, അത് ഗോപാലകൃഷ്ണന് പറയാൻ എന്താ അവകാശം? അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ജാതകം നോക്കിയേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന അച്ഛനമ്മമാരോട് പറയാറുണ്ട്. നമ്മൾ ആരാധിക്കുന്ന ശ്രീകൃഷ്ണൻ 3 സ്ത്രീകളെ കല്യാണം കഴിച്ചത് ജാതകം നോക്കിയിട്ടല്ല. ഉടനെ ഞാൻ പറയാറുണ്ട്, അതേപോലെ നിങ്ങൾ 3 കെട്ടല്ലേ എന്ന് പറയാറുണ്ട്. എന്തേ കാരണം? അത് അന്നത്തെ കാലം, ഇത് ഇന്നത്തെ കാലം. ഈ വിഷയത്തില് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങള് നല്ല ചിന്താഭദ്രമായിട്ട് കൊടുക്കുക തന്നെ വേണം. അത് സ്വാമി നിർമ്മലാനന്ദഗിരി ആണെങ്കിലും ശരി, അല്ലെങ്കിൽ സന്ദീപാനന്ദഗിരി ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി. ഇന്നലെ വൈകുന്നേരം ജനം ടിവിയില് ഒരു കഥ പറയുകയുണ്ടായി. ശിവൻ ചെന്ന് ഒളിച്ചിരുന്നു ശിവനെ കാണിക്കാതെ ഇരിക്കാൻ. അത് കഥയാണ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ജനം ടിവിയിലെ സന്ധ്യാവന്ദനത്തിന്റെ അവസാന ഭാഗത്തിൽ ശിവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, ശിവൻ എന്ന് പറയുന്ന സങ്കല്പമാണ്, ത്രിമൂർത്തി സങ്കല്പം. അങ്ങനെയുള്ള കഥകൾ ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് ഹിന്ദുക്കളെ അവഹേളിക്കാൻ ഇതേപോലെ സന്ധ്യാദീപത്തിലും സന്ധ്യാവന്ദനത്തിലും കൊടുക്കുന്ന ചില കഥകളെ ന്യായീകരിക്കുന്ന വിധത്തിലുള്ള വരികള് ഹിന്ദുക്കളെ എതിർക്കുന്നവർക്ക് വലിയൊരു ഉപകരണമാകുമെന്ന് എങ്ങനെയോ അവരറിയാതെ പോകുന്നു. ശുദ്ധ കഥ സംഭവിച്ചതുപോലെ വിവരിക്കുന്നത് ഹിന്ദു ധർമ്മത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത് എന്ന് എങ്ങനെയാണാവോ ജനം ടിവിയിലെ ആൾക്കാർ മനസ്സിലാകാതെ പോകുന്നത്? ആ സന്ധ്യാവന്ദനം അഥവാ ധർമ്മ സന്ദേശമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തില് ശിവനെ കുറിച്ച് ശിവൻ ശപിച്ചു, ശിവന് ദേഷ്യം വന്നു, ശിവൻ പകരം വീട്ടി, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എങ്ങനെയാണാവോ ആ പെൺകുട്ടി പറയുന്നത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ചിലര് മാറില്ല. ഇനി മാറാത്തവരെ കയറി ദിവസവും യൂട്യൂബിലൂടെ എന്തെങ്കിലും പറഞ്ഞിട്ട് മാറ്റാൻ പോണത് എന്തിനാന്ന് വിചാരിച്ചിട്ടും ഉണ്ടാതിരിക്കാം. പ്രണാമം, നമസ്കാരം.